സന്യാസിമാരൊക്കെ അത്ഭുത സിദ്ധിയുള്ളവരാ. ഓ പിന്നെ ഇവര് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. ശരിക്കും ഇവരെയൊക്കെ കണ്ടു കിട്ടാൻ തന്നെ പ്രയാസമാ. നമ്മുടെ ഭാഗ്യത്തിന് സന്യാസിതേ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പോയി അനുഗ്രഹം വാങ്ങാം. നീ വാ. സ്വാമി, എന്നെ അനുഗ്രഹിക്കണം. ദീർഘസുമംഗലീ ഭവ. ഓം നമഃ ശിവായ. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. എല്ലാവരും നിന്നെ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നുമുള്ള സ്വപ്നം സത്യമാകാൻ ആദ്യം നിന്റെ മനസ്സിനെ തയ്യാറാക്കി വയ്ക്കണം. ഒരു കള്ളത്തരവും കുശുമ്പും കുന്നായ്മയും ഒന്നും മനസ്സിൽ പാടില്ല. ശരി സ്വാമി. അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ദേവി അനുഗ്രഹിക്കണേ. ചെല്ല് ചെല്ല് ചെല്ലുന്ന പോ. കുട്ടി, നിനക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ലെന്ന് വലിയ വിഷമം നിന്റെ മനസ്സിലുണ്ടല്ലേ? പേടിക്കണ്ട. ഒരിക്കൽ നിനക്കത് കിട്ടും. പക്ഷേ അതിനുള്ള അർഹത നീ നേടണം. നിന്റെ കൂടപ്പിറപ്പിന്റെ സഹായം നിനക്ക് എപ്പോഴും ഉണ്ടാവും. ശംഭോ മഹാദേവ. പക്ഷെ അവന്റെ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. ഞാനല്ല. എന്താ സ്വാമി ഇവിടെയോ? ആ, ഇവിടെ എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ തന്നെയുണ്ട്. കൃത്യമായി പറഞ്ഞ ഈ നാട്ടിൽ തന്നെയുണ്ട്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ നടത്തിത്തരും. ഒന്നും വിഷമിക്കണ്ട. ഈ വിഗ്രഹം ഒരു സാധാരണ വിഗ്രഹമല്ല. അപാരമായ ശക്തിവിശേഷം ഇതിനുണ്ട്. ഇതിങ്ങനെ ഒരു വീടിനുള്ളിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വെച്ചാ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. ഈ വിഗ്രഹം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്വാമി? ഈ വിഗ്രഹം ഭഗവതിപുരത്തെ ക്ഷേത്രത്തിലേതാണ്. അവിടെ നിന്നും ആരോ മോഷ്ടിച്ചു. അതെങ്ങനെയോ ഇവിടെ എത്തി. ഇനി ഇത് തിരികെ എത്തിയാലും വിധിയാം വണ്ണം പുനഃപ്രതിഷ്ഠ നടത്തണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവതിപുരത്തെ ക്ഷേത്ര നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് വിഗ്രഹം അവിടെ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം.
ചെയ്യാം സ്വാമി, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. എന്റെ ദൗത്യം അവസാനിച്ചു. ഇനിയെല്ലാം ദേവിയുടെ ഇച്ഛ. അമ്മേ മഹാമായേ. അമ്മേ അമ്മേ ദേവി, നീ തന്നെ തുണ. അമ്മേ മഹാമായേ. ഈ വിഗ്രഹം ഇങ്ങനെ ആവും തിരികെ കിട്ടുകയെന്ന് ഒരിക്കലും കരുതിയില്ല. എല്ലാം അമ്മയുടെ മായെന്നല്ലാതെ എന്താ പറയാ. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടാൽ സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പ്രയാസാവും. എന്നാൽ ഇവിടുത്തെ ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊക്കെ സാധാരണമായി തോന്നും. കാരണം ഇതിലും വലിയ അത്ഭുതങ്ങൾ നടന്ന ചരിത്രമുണ്ടേ. ആർക്കായി വിഗ്രഹം സ്വപ്നത്തിൽ കിട്ടിയെന്ന് പറഞ്ഞേ? എനിക്കാ സ്വപ്നത്തിൽ കിട്ടിയ. ആ ഭാഗ്യവാൻ. അയ്യോ അമ്മ. തിരുമേനി, ഇതിവിടെ തിരികെ എത്തിക്കാൻ കാരണമായത് അവിടെ വന്നു കയറിയ ഒരു സന്യാസിയാണ്. അതൊക്കെ ദേവിയുടെ മായാവിലാസമാണ്. അമ്മ അറിയാതെ ഒന്നും നടക്കുന്നില്ല. വിഗ്രഹം ഇവിടെ തിരിച്ചെത്തിയല്ലേ പറ്റൂ. അതിന് വേണ്ടതെല്ലാം ദേവി തന്നെ ചെയ്യും. ഉടനെ തന്നെ ഞങ്ങൾ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളെല്ലാവരും വരണം. ഇതെടുത്തവരെ കണ്ടെത്താൻ ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഉടനെ തന്നെ പ്രതികൾ പിടിയിലാവും. അവർക്ക് വേണ്ട ശിക്ഷയൊക്കെ ദേവി തന്നെ നൽകും. അത് ഉറപ്പാ. ചേച്ചി നമുക്ക് ഇറങ്ങാം. ആ, ഇറങ്ങാം. എന്നാ ഇറങ്ങട്ടെ തിരുമേനി. ശരി, ശരി. അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ശരി. തിരുമേനി, എന്നാ ശരി.